Can the host go far? Today we are discussing about Group A of 2026 World Cup. Group A consists ചെയ്യുന്നത് co-host ആയിട്ടുള്ള മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ and ചെക്ക് റിപ്പബ്ലിക് ആണ്. So when we talk about Mexico fans, so that is massive part of Mexico and football is so huge in Mexico. Mexico co-host ആയതുകൊണ്ട് one of the advantages is the higher altitude. കളികൾ നടക്കാൻ പോകുന്ന grounds is at higher altitude, so that is going to be an advantage for the Mexican players. കാരണം അവരുടെ majority of their players play in Mexico. അതൊരു big advantage ആണ്. So that is something group stage എല്ലാം is going to happen in Mexico. So that is going to be a big advantage for Mexico. Players to watch out for എന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ട്രൈക്കറാണ് റൗൾ ഹിമിനസ്. ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഫോർ മീ. ഞാൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ AC മിലാന്റെ സാന്റിയാഗോ ഹിമിനസ് ഉണ്ട്. മിഡ്ഫീൽഡിലാണ് എഡ്സൺ ആൽവാരസ് ഉണ്ട്. ഹിമിനസ് കുറച്ച് ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ കൂടി he still a quality striker. But I think most of the goals will come from one player. He's currently outscoring Ronaldo, Benzema, Joao Felix in Saudi Pro League. ഓൾറെഡി പുള്ളിക്കാരൻ 29 ഗോൾ സീസണിൽ സൗദി പ്രോ ലീഗിൽ ഗോൾ സ്കോർ ബിഹൈൻഡ് ഐവൻ ടോണി. ഹിസ് നെയിം ഈസ് ക്യൂനിയോനിയസ്. ഒരു 29-year-old സ്ട്രൈക്കറാണ്. അപ്പോൾ പുള്ളിക്കാരനായിരിക്കും മേ ബി മെക്സിക്കോയുടെ ഈ വേൾഡ് കപ്പിലെ ഗോളുകൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയർ. Then one more youngster that we want to talk about is Gilberto Mora. I think he is going to be the next big thing in Mexican football, hopefully. So this World Cup ആയിരിക്കും mostly one of his breakout World Cup to the world. He might be coming out as a next superstar. The next team is obviously South Korea ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഏഷ്യയിലെ തന്നെ ദി ബെസ്റ്റ് ടീം എന്ന് പറയാം. എസ്പെഷ്യലി ഇഫ് യു ലുക്കിംഗ് അറ്റ് ദ പെർഫോമൻസ് ഇൻ ദ വേൾഡ് കപ്പ് ആൻഡ് ഓൾസോ ഇൻ ഏഷ്യൻ കോമ്പറ്റീഷൻസ്. വേൾഡ് കപ്പിൽ തന്നെ അവർ ബിഗ് ടീംസ്. സോ ഓൺ ഡേ ഭയങ്കര ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. കുറേ ഫിസിക്കാലിറ്റി. സോ ഇൻ ഫുട്ബോൾ ഫിസിക്കൽ ഗെയിം ആണെങ്കിൽ കൂടെ ഫിസിക്കൽ ഗെയിമിനായിട്ടും കൂടുതൽ ടെക്നിക്കൽ എബിലിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരുപാട് പ്ലേയേഴ്സും അത്രയും ഫ്രീ ഫ്ലോയിങ് ഫാസ്റ്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് സൗത്ത് കൊറിയ. So when we talk about South Korea, I think we cannot miss out on Heung-min Son. For me, he's the greatest Asian player ever. For me, it's a personal choice. Because പുള്ളിക്കാരൻ്റെ കളികൾ നമ്മൾ പ്രീമിയർ ലീഗിൽ വാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കറൻ്റ്ലി പ്ലേയിങ് ഇൻ നോർത്ത് അമേരിക്ക. MLS-ലാണ് പുള്ളി കളിക്കുന്നത്. ഇപ്പോൾ സണ്ണിനെ കൂടാതെ തന്നെ നമുക്ക് ടോപ്പ് 5 ലീഗിലെ ടോപ്പ് ക്ലബ്ബിൽ കളിക്കുന്ന ഇപ്പോൾ PSG കളിക്കുന്ന ലീ കാങ്ങിൻ ഉണ്ട്. അതുപോലെ തന്നെ ബയൻ്റെ ഡിഫൻഡർ കിം മിൻ ജെ ഉണ്ട്. സോ ഈ പ്ലേയേഴ്സ് എല്ലാം സൗത്ത് കൊറിയയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എസ്പെഷ്യലി കൊറിയൻ ഫുട്ബോളിലെ ഒരുപാട് പ്ലേയേഴ്സ് ബുണ്ടസ് ലീഗയിലാണ് കൂടുതൽ കളിക്കുന്നത്. ഇപ്പോൾ സണ്ണ് വന്നത് ബുണ്ടസ് ലീഗ് എന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്ലേയേഴ്സ് എല്ലാം ബുണ്ടസ് ലീഗ് എന്ന് വരുന്നത് വെച്ചാൽ ദർ ഇസ് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ബുണ്ടസ് ലീഗ് ആൻഡ് സൗത്ത് കൊറിയൻ ഫുട്ബോൾ ടു ഡെവലപ്പ് യങ് പ്ലേയേഴ്സ്. സോ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഭയങ്കരമുള്ള ഒരു സ്കോഡാണ് സൗത്ത് കൊറിയയുടെ വരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ദേ ഗോണ ഡു സം ഗ്രേറ്റ് തിങ്സ് like they did before the last 2 World Cup. Next we talk about Czech Republic. So നമുക്ക് എല്ലാവർക്കും അറിയാം how they qualified to the World Cup. Back to back penalties win ചെയ്തിട്ടാണ് they are coming into the World Cup and they are coming after 20 years. So there's an excitement for the whole country after coming to World Cup after 20 years. And if you look at the team, they are not the most strongest team. Maybe ഡിഫെൻസീവ്ലി കുറച്ചുകൂടി അവരെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഗോൾ അടിക്കാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അറ്റാക്ക് ഓർ ലൈക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അറ്റാക്കേഴ്സോ ഇല്ല. അങ്ങനെ ആരും ലൈക്ക് എടുത്തു പറയാൻ ആരുമില്ല. ബട്ട് മേ ബി ഫിസിക്കലി സെറ്റ് പീസസ്, ദാറ്റ് ഫിസിക്കാലിറ്റി എലമെന്റ്, മേ ബി ഡിഫെൻഡിങ് ഡീപ്പ് ആൻഡ് ദെൻ സ്കോറിംഗ് എ ഗോൾ. അതെ, എസ്പെഷ്യലി തോമസ് ടൂഷക്കിനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ ഇൻ ടേംസ് ഓഫ് സെറ്റ് പ്ലേ നമ്മൾ കാണുന്നതാണ്. പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ഹാമിനായിട്ട് നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം അത്രത്തോളം ഇപ്പോൾ ഈ സെറ്റ് പീസിലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ്. റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം എന്ന് പറയുന്ന പോലത്തെ ഒരു പ്ലെയറാണ് സൂഷക് എന്ന് പറയുന്നത്. അപ്പോൾ സൂഷക് കൂടാതെ പ്ലേസ് ടു വാച്ച് ഔട്ട് ഫോർ ഐ തിങ്ക് ഷിക്ക് ഇപ്പോഴും ഉണ്ട്, ലെവർക്യൂസിന്റെ പാട്രിക് ഷിക്ക്. അതുപോലെ ഒരു പ്ലെയർ ഉണ്ട് ലിയോണിന്റെ. ഇപ്പോൾ ലിയോൺ കറന്റ്ലി ലീഗുകളിലെ ഇപ്പോൾ കറന്റ്ലി നല്ല ഫോമിലാണ്. അവരുടെ ഒരു പ്ലെയർ പാവൽ സുഷ് എന്ന് പറഞ്ഞ പ്ലെയർ, എസ്പെഷ്യലി ഒരു ഫോൾസ് ലൈനായിട്ട് പുള്ളി കളിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഡിഫെൻസീവ് ആയിട്ടുള്ള ടീമിൽ കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് വരുന്നത് ഷിക്കു ആയിരിക്കും പറയാൻ പറ്റുന്നത്. ലാസ്റ്റ് ടീമായിട്ട് ഈ ഗ്രൂപ്പിൽ വരുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ആ 2010 വേൾഡ് കപ്പിലെ ഓപ്പണിംഗ് മാച്ചിലെ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ആ ഒരു പേര് ഷബലാല. 2010 ശേഷം 16 വർഷത്തിന് ശേഷമാണ് അവർ വീണ്ടും ഒരു ലോകകപ്പിന് യോഗ്യത നേടുന്നത്. എസ്പെഷ്യലി ഈ വേൾഡ് കപ്പിലെ ടീമുകളുടെ എണ്ണം 48 ആക്കിയപ്പോൾ ഒരുപാട് ടീമുകൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. അവർ 2010 ആസ് എ ഹോസ്റ്റ് ആണ് റെപ്രസെന്റ് ചെയ്തത്. ഐ തിങ്ക് കമ്മിങ് ബാക്ക് ക്വാളിഫൈയിങ് ഇൻ ടു ദ വേൾഡ് കപ്പ് ലൈക്ക് ആഫ്റ്റർ എ ലോങ് ടൈം.
പിന്നെ അത്ര ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സും അതുപോലെ തന്നെ യൂറോപ്യൻ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക അങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ല. എല്ലാം ഒരു ലോ പ്രൊഫൈൽ പ്ലേയേഴ്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സും അവരുടെ പ്രാദേശിക ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ആകെ എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ലീഗിൽ കളിക്കുന്നത് ബേൺലിയുടെ ഒരു സ്ട്രൈക്കർ ലൈൽ ഫോസ്റ്റർ, ബേൺലിയുടെ ആ ഒരു പ്ലെയർ മാത്രമാണ് ഒരു ടോപ്പ് പ്ലെയർ ആയിട്ട് നമുക്ക് യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആയിട്ടുള്ളത്. So we think it's going to be South Korea finishing first of the group, and then Mexico going second, Czech Republic, and then South Africa.